ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 38 വാക്യത്തിൽ, നിങ്ങൾ കലങ്ങുന്നതെന്ത്, നിങ്ങളുടെ ഹൃദയം സംശയിക്കുന്നതുമെന്ത്. വളരെ ഭയന്ന് ശിഷ്യന്മാർ യെരുശലേമിൽ ഒരു മുറിക്കകത്ത് വാതിലടച്ച് ഇരിക്കുകയാണ്. അവരുടെ ഭയത്തിൻ്റെ വിഷയം, അവർ സ്നേഹിച്ച ഗുരുനാഥൻ യേശു കർത്താവ് മരിച്ചു, കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, 3-ാം നാൾ അവർ ഉയർത്തെഴുന്നേറ്റ് പോയി. പക്ഷെങ്കിൽ ഗുരുനാഥൻ ഉയർന്നേറ്റ വിഷയം ഇവർക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ല. ഇവർ യഹൂദന്മാരെ ഭയന്ന് മുറിക്കകത്ത് വാതിലടച്ച് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക. ശിഷ്യന്മാരുടെ ഹൃദയമറിയുന്ന യേശുവിത അടുത്തു വന്ന് അവരോട് ചോദിക്കുക, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ്? നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നതെന്ത്? നിങ്ങൾ സംശയിക്കുന്നതെന്ത്? രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടും അതുതന്നെ ചോദിക്കുന്നു, നിങ്ങൾ കലങ്ങുന്നതെന്ത്? പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ സഹോദരന്മാരായ ശിഷ്യന്മാരോട് 3.5 വർഷക്കാലം യേശു കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും വീണ്ടും വരവിനെക്കുറിച്ചും ഒക്കെ നിത്യരാജ്യത്തെക്കുറിച്ചും ഒക്കെ വളരെ പഠിപ്പിച്ച് അവരെ ഉറപ്പിച്ച ശേഷമാണ് കടന്നുപോയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ എന്ന് പ്രത്യേകമായ അറിവ് കൊടുത്ത്, കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുതേ എന്ന് പ്രത്യേകം പറഞ്ഞ് ഉറപ്പിച്ചാണ് യേശു പോയിരിക്കുന്നത്. പക്ഷെ യേശു പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ ഭയന്ന് യഹൂദന്മാരെ ഭയപ്പെടുകയാണ്, പുറത്തുള്ള ചില ശക്തികളെ ഭയപ്പെടുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടേ എന്ന് വാഗ്ദത്തം ചെയ്തവൻ്റെ വാക്കുകളെ മറന്നുപോയിട്ട് മാനുഷിക ശക്തികളെ ഭയപ്പെട്ടു പോകുന്ന അനുഭവം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത്, മാനുഷികമായി നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇവിടെ യേശു വാതിലടച്ച് മുറിക്കകത്തിരിക്കുന്ന സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുക, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, രാവിലെ സമയം ദൈവം ഭയന്ന്, ചില വിഷയങ്ങളുടെ മേൽ ഭയന്ന് വല്ലാതെ വേദനിച്ച് മുറിക്കകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾക്ക് സമാധാനം. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ വാഗ്ദത്തം ചെയ്തതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളോട് ചില വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ദൈവം ചില കാര്യങ്ങൾ നിങ്ങളോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടല്ലേ? പക്ഷേ അതിലൊരു നിവർത്തീകരണം കാണാൻ കഴിയാതെ വണ്ണം സകലതും അടഞ്ഞുപോയതുപോലൊരു വഴിയാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട. സർവശക്തനായവൻ, അതേ, റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് കാൽവറി ക്രൂശിന്മേൽ മരിച്ചു എന്ന് പറഞ്ഞ് അടക്കപ്പെട്ടവനായ ക്രിസ്തുവിത എന്നേക്കും അടയ്ക്കപ്പെട്ടവനായി റോമാ ഗവൺമെൻറ്റിൻ്റെ മുദ്രയ്ക്കുള്ളിൽ ഇരിക്കുകയല്ല പ്രിയപ്പെട്ടവരെ. ആരുടെയും ഒരു പ്രയത്നവും കൂടാതെ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി സ്വർഗീയ പിതാവിൻ്റെ ശക്തിയെ വ്യാപരിപ്പിച്ച് വലിയ കല്ലുകളെ മാറ്റി, ഗവൺമെൻറ്റിൻ്റെ മുദ്രയെ മാറ്റി, അതേ, അടക്കപ്പെട്ടിരുന്ന സ്ഥലത്തെ തുറന്നു. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാമെന്നല്ല ആദ്യം വിചാരിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന സഹോദരന്മാരെ പറഞ്ഞ് പിന്നെയും ഉറപ്പിക്കുവാനും അവരോട് ദൈവീയ ദൂതുകളെ, വാഗ്ദത്തങ്ങളെ പിന്നെ ഓർപ്പിച്ചുണർത്തുവാനും അവർക്ക് സമാധാനം കൊടുക്കുവാനും കലങ്ങിയിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ സമാധാനത്തിലാക്കുവാനും അവൻ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം അനേക നാളുകളായി ദൈവീയാലോചനകളെ കേൾക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. പക്ഷേ ഹൃദയം കലങ്ങിയും മനസ്സിടിഞ്ഞുമിരിക്കുന്ന അനുഭവം, വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്ന അനുഭവം, വാഗ്ദത്തങ്ങളെ മറന്നുപോയ അനുഭവം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, കലങ്ങേണ്ട, ഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ആ വലിയ ദൈവകൃപയിലേക്ക് നടത്തപ്പെടുവാൻ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുക. പലതും നിങ്ങൾ മറന്നുപോയി, പലതും നിങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്.
നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്ന് നിങ്ങളുടെ ആ വിഷയത്തിനു മേൽ ഇന്ന് രാവിലെ സമയം സമാധാനം അരുളുന്ന ദൈവമാണ്. നിങ്ങളുടെ സമാധാനം കെട്ടുപോയ വിഷയമില്ലേ? നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കി തീർത്തിയ അനുഭവമില്ലേ? രാവിലെ സമയം നിങ്ങളുടെ മധ്യത്തിലേക്ക് യേശു കടന്നുപോയി. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് മുറിയടച്ച് വാതിലടച്ച് ഭയന്ന് ഹൃദയവിഷാദത്തിൽ ഹൃദയവേദനയിൽ നിങ്ങൾ ഇരിക്കുക. ദൈവം പറയുന്നു നിങ്ങൾക്ക് സമാധാനം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവനാമ മഹത്വത്തിനായി ഇത് നമുക്ക് സ്വീകരിക്കാം. ഈ വചനം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ.